ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചു വിൽക്കാനുള്ള അനുമതി നൽകുന്ന ബിൽ നിയമസഭയിൽ പാസാകുമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. സംസ്ഥാനത്ത് പോലീസ് ക്രൂരതയാണെന്നാരോപിച്ച് ബി.ജെ.പി. കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ സംസ്ഥാനത്ത് 50 ലക്ഷം രൂപയുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് AKGSMA. നവംബർ 16-ന് കോഴിക്കോട് നടക്കുന്ന മുജാഹിദ് സംഗമത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. 1961 കേരള വന നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കും. സ്വകാര്യ ഭൂമിയിൽ നട്ടുവളർത്തിയ ചന്ദനമരങ്ങൾ വനം വകുപ്പിന്റെ അനുമതിയോടെ കർഷകർക്ക് മുറിക്കാനും വിൽക്കാനുമുള്ള അവസരം ബിൽ നിയമമായാൽ ലഭിക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മറ്റൊരു നിയമ ഭേദഗതി വന്നത് നിലവിലുള്ള കേരള വനം സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയാണ്. അതിൽ ചന്ദനമരങ്ങൾ ഒരു ഗുരുതരമായ പ്രശ്നമായി നിൽക്കുകയാണ്. രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, സ്വന്തം ഭൂമിയിൽ സ്വയമേവ വളർന്നു വരികയോ നട്ടുപിടിപ്പിക്കുകയോ ചെയ്ത മരം മുറിക്കാനുള്ള അവകാശം ഇപ്പോൾ കർഷകനില്ല. സമാനമായ നിയമമാണ് ചന്ദനമരങ്ങൾ മുറിക്കുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കേരള ഗവൺമെന്റ് ആണെങ്കിൽ ഹരിത കേരളം പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലയിലും ചന്ദനമരം നട്ടുപിടിപ്പിച്ച് അത് വളർത്താനുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ പരിപാടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ആ പരിപാടിയെ ജനങ്ങൾ സഹകരിപ്പിക്കണമെങ്കിൽ അത് അവർക്ക് താല്പര്യമുള്ള സമയത്ത് മുറിക്കാനും വിൽക്കാനുമുള്ള അധികാരം ഉണ്ടാകണം. ആ അധികാരം നൽകുന്ന ഒരു നിയമ ഭേദഗതിയാണ് രണ്ടാമത്തെ ബില്ലായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ അങ്ങനെ വരുമ്പോൾ ചന്ദനമരം മുറിക്കാനും വിൽക്കാനും അത് വന വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അത് മുറിക്കുന്നത്. കാരണം ഒരു വ്യക്തി അവരുടെ വീട്ടിലുള്ള മരം മുറിക്കുകയാണ്. ഒരു അത്യാവശ്യം വരുമ്പോഴാണ് മുറിച്ച് വിൽക്കാൻ നോക്കുക. അതിനുള്ള പണം വനം വകുപ്പ് നൽകും. മുറിച്ചു കഴിഞ്ഞാൽ അത് വനം വകുപ്പിനെ ഡിപ്പോയിൽ സൂക്ഷിക്കും. അവർക്ക് അത് അവരത് വിൽപ്പന നടത്തുമ്പോൾ ഇപ്പോൾ കർഷകന് കൊടുത്തിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ വിലക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ ബാക്കി തുകയും കർഷകന് കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് അതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കർഷക മേഖലയിലെ ഗുരുതരമായ കുറേ പ്രശ്നങ്ങൾക്ക് പ്രായോഗികവും വസ്തുതാപരവുമായ ഒരു തീരുമാനം, സമാധാനം ഉറപ്പുവരുത്താനുള്ള തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് പോലീസ് ക്രൂരതയാണെന്ന് ആരോപിച്ച് ബി.ജെ.പി. കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടും ബി.ജെ.പി. കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുതലക്കുളം പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ യോഗം ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ പി.കെ. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോലീസിനെ പിണറായി സർക്കാർ ക്രിമിനൽ വൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന്റെ പോലീസ് നയത്തെയാണ് ബി.ജെ.പി. എതിർക്കുന്നത്. സേനയിൽ നല്ല പോലീസുകാരും ഉണ്ടെന്നും സി.കെ. പത്മനാഭൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതിന്റെ 2.5 കൊല്ലം മുമ്പ് നടന്നതുകൊണ്ട് ഇപ്പോഴും ജനം ഭരണം കൂട്ടുമെന്ന് പറഞ്ഞ് 2.5 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ മനസാക്ഷിയുള്ള മനുഷ്യർക്ക് മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭീകര പ്രവർത്തനമാണ് ആ പോലീസുകാരൊക്കെ കാണിച്ചത്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ
ജനങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ അമ്മാതിരി ചെറ്റത്തിനെ കാണിച്ചാൽ അത് കൈകാര്യം ചെയ്യുവാനുള്ള കഴിച്ച് ഞങ്ങൾക്ക്. ഞങ്ങൾ പിന്നെ മറ്റു പലരുടെയും കാര്യത്തിൽ പോലും ഇടപെടാൻ സാധ്യത. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അത് പോലീസുകാർക്ക് പറയാം. അതുകൊണ്ട് അവർ 100 വട്ടം ആലോചിക്കണം ഒക്കെ കാര്യം. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു അധ്യക്ഷനായിരുന്നു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്, മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ വിന്ധ്യ സുനിൽ, ദേശീയ നിർവാഹക സമിതി അംഗം KP ശ്രീശൻ, ജില്ലാ ഭാരവാഹികളായ TV ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രമ്യ മുരളി, M സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. AKGSMA സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി സാമൂഹ്യ സേവന പദ്ധതികളിലൂടെ ആചരിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ കോഴിക്കോട് ചാലപ്പുറത്തെ ബുള്ളിയൻ ആർക്കേഡിൽ വെച്ച് നിർവഹിക്കും. കേരളത്തിലുടനീളം 50 ലക്ഷം രൂപയുടെ സാമൂഹ്യ സേവന പദ്ധതികൾക്കാണ് ഈ ദിവസം ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ 1000 കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി സ്വർണ്ണക്കമ്മൽ നൽകും. 100 കണക്കിന് സ്വർണ്ണ വ്യാപാരികൾ രക്തദാനം നടത്തും. 100 കണക്കിന് തൊഴിലാളികളെ ആദരിക്കും. ഈ പരിപാടി കേരളത്തിൽ 100ഓളം വരുന്ന AKGSMA യൂണിറ്റുകൾ കൂടിയാണ് നടപ്പാക്കുന്നത്. ആയതിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം 2025 സെപ്റ്റംബർ 17 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ കൊടുവള്ളി കോഴിക്കോട് ചാലപ്പുറത്തെ ബുള്ളിയൻ ആർക്കേഡിൽ വെച്ച് നിർവഹിച്ചു. കേരളത്തിലുടനീളം 50 ലക്ഷം രൂപയുടെ സാമൂഹ്യ സേവന പദ്ധതികൾക്കാണ് ഈ ദിവസം ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ 1000 കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി സ്വർണ്ണക്കമ്മൽ നൽകും. 100 കണക്കിന് വ്യാപാരികൾ രക്തദാനം നടത്തും. 100 കണക്കിന് തൊഴിലാളികളെ ആദരിക്കും. ഈ പരിപാടി കേരളത്തിലെ 100ഓളം വരുന്ന AKGSMA യൂണിറ്റുകളിൽ കൂടിയാണ് നടപ്പാക്കുന്നത്. സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി AKGSMA ഒരു സ്വർണ്ണസാന്ത്വനം പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫൈസൽ അമീൻ, സുനിൽ കുമാർ P, നാസർ സലീന, സുധീർ കളരിക്കൽ, അബ്ദുള്ള V എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ കാലാകാലങ്ങളിലും സാധാരണക്കാരെയും അതുപോലെ തന്നെ നമ്മുടെ മേഖലയിലുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വിലവർദ്ധനവുള്ള ഈ സമയത്ത് പോലും ഞങ്ങൾ ഈ സ്വർണം 1000 കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു 1000 കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണ കമ്മൽ സൗജന്യമായ ഏകദേശം 50 ലക്ഷം രൂപയോളം വരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in 3 flavors.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നവംബർ 16-ന് കോഴിക്കോട് നടക്കുന്ന മുജാഹിദ് സംഗമത്തിനായുള്ള സ്വാഗത സംഘം യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിൽ പരിപാടി വിജയിപ്പിക്കാൻ പ്രവർത്തകരോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പ്രഥമ മുസ്ലിം പണ്ഡിത സഭയായ കേരള ജമയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ സമാപനമായി നടക്കുന്ന മുജാഹിദ് സംഗമം വിജയിപ്പിക്കുവാൻ മുജാഹിദ് പ്രവർത്തകർ പ്രയത്നിക്കണമെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ആഹ്വാനം ചെയ്തു. നവംബർ 16-ന് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ 10,000 പങ്കെടുക്കും. രൂപം കൊണ്ട് കേരളത്തിൽ മുജാഹിദ് ഇന്ന് 1500 ശാഖകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ അനുയായികളായിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമായി ഇത് വളർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ജമീയത്തിന്റെ സമ്മേളനം അത് ഈ ആദർശ ബന്ധുക്കളുടെ മുഴുവൻ കൂട്ടാക്കിയാണ്. പണ്ഡിതന്മാരുടെ മാത്രമല്ല, നമ്മുടെ മുഴുവൻ അഭിമാനത്തോടു കൂടെയുള്ള പങ്കാളിത്തമാണ് അതിലുണ്ടാകേണ്ടത്. കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ വെച്ച് ചേർന്ന സ്വാഗത സംഘ യോഗത്തിൽ സമ്മേളന വിജയത്തിനായി രൂപീകരിച്ച വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. അബ്ദുറഹിമാൻ മദനി പാലത്ത്, ഹനീഫ് കായക്കൊടി, അബ്ദുസലാം വളപ്പിൽ, CK പോക്കർ, C മരക്കാരുട്ടി, V അബ്ദുറഹിമാൻ, ഷബീർ കൊടിയത്തൂർ, VP അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാങ്കേതിക യുഗത്തിലെ സാഹിത്യ അനുവാചക സമൂഹത്തെ വിസ്തൃതമാക്കുന്നുവെന്ന് കവി PK ഗോപി. 100 ചെറുകവിതകളുടെ സമാഹാരമായ പീലിക്കുള്ളിലെ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും നവമാധ്യമങ്ങളുടെയും പുതിയ കാലത്ത് സാഹിത്യത്തിന്റെ ആശയ സ്വീകരണത്തിലും ഭാഷാ വിനിയോഗത്തിലും ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ വന്നുവെന്നും പുതുമുറ എഴുത്തുകാർ അതിനൊത്ത ഒരു അനുവാചക സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടെന്നും കവിയും ഗാനരചയിതാവുമായ PK ഗോപി അഭിപ്രായപ്പെട്ടു. യുവകവി ലാസ് കാലിക്കറ്റിന്റെ 3ാമത് കൃതി 100 ചെറുകവിതകളുടെ സമാഹാരമായ പീലിക്കുള്ളിലെ പുസ്തകം പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാതൊരു മാനദണ്ഡത്താലും അളക്കാൻ കഴിയാത്ത അനുഭവങ്ങളുടെ സംഗമധാര സ്വന്തം രക്തത്തിൽ ഒഴുകുന്ന ചിലരുണ്ട്. അവരോടൊപ്പം ഒരാൾ കൂടി ലാസ് കാലിക്കറ്റ്. അളകാപുരി ഹോട്ടൽ കാർത്തിക ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ കവി വീരാൻകുട്ടി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ആഗോള ഗ്രാമത്തിലെ പൗരന്മാരാകുന്ന പുതുതലമുറയുടെ അനുഭവ ലോകങ്ങൾ വ്യത്യസ്തമെങ്കിലും പുതുകവികൾ രചനകളിൽ പുലർത്തുന്ന വീക്ഷണ വിസ്തൃതിയും വ്യാപന സാധ്യതയും ഒപ്പം മിനിമലൈസേഷനും ലാസ് കാലിക്കറ്റ് ഉൾപ്പെടെയുള്ളവരുടെ രചനകളിൽ പ്രകടമാണെന്ന് വീരാൻകുട്ടി സൂചിപ്പിച്ചു. മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ KF ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കഥാകാരി KP സുധീര ആശംസാ പ്രസംഗം നടത്തി. സംസ്ഥാന ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവത്തിൽ 2 വർഷങ്ങളിൽ തുടർച്ചയായി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട യദു കൃഷ്ണറാം പീലിക്കുള്ളിലെ പുസ്തകം എന്ന പോക്കറ്റ് ബുക്കിന്റെ അകംപുറം ആസ്വാദനം അവതരിപ്പിച്ചത് സദസ്സിനെ ഏറെ ആകർഷിച്ചു. പലയിടങ്ങളിൽ പല മട്ടിൽ വിദ്യാഭ്യാസവും ജീവിതവും ക്രമീകരിക്കേണ്ടി വരുന്ന പ്രവാസി മലയാളി കുട്ടികളുടെ സാഹിത്യ ഇടപെടലിന്റെ പരിമിതികളും സാധ്യതകളും പ്രതിപാദിക്കുന്നതായിരുന്നു ലാസ് കാലിക്കറ്റിന്റെ മറുപടി പ്രസംഗം. സംഘാടക സമിതി ചെയർപേഴ്സൺ അൻവർ കുനിമ്മൽ ആമുഖ പ്രസംഗം നടത്തി. സുധീർ AL ആലപ്പുഴയുടെ സോളോ സംഗീത വിരുന്നും ചടങ്ങിന് മാറ്റുകൂട്ടുന്നതായി. ഇൻസൈറ്റ് പബ്ലിക്കയാണ് പീലിക്കുള്ളിലെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ നിരത്ത് നവചേതന ലൈബ്രറി പരിസരത്ത് വിദ്യാർത്ഥി യുവജന മഹിളാ കൂട്ടായ്മ നടത്തി. നാം ഒന്ന് നമ്മളൊന്ന് സീസൺ 3 ആണ് എലത്തൂർ സൗത്ത് ലോക്കലിന്റെ നേതൃത്വത്തിൽ നടന്നത്. എലത്തൂർ സൗത്ത് ലോക്കലിന്റെ നേതൃത്വത്തിൽ വർഗീയതയെ ചെറുക്കാൻ നമുക്കൊരുമിക്കാം, നാം ഒന്ന് നമ്മളൊന്ന് സീസൺ 3 പുതിയ നിരത്ത് നവചേതന ലൈബ്രറി പരിസരത്ത് നടന്നു. വിവിധ മത്സര പരിപാടികളും സമ്മാനദാനവും നടന്നു. വിദ്യാർത്ഥി യുവജന മഹിളാ കൂട്ടായ്മയിൽ ചെയർമാൻ K നിഷ അധ്യക്ഷയായിരുന്നു. B സബീഷ്, M സജാദ്, K റീജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ. ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്. വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ. ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫിറ്റ് ആൻഡ് ഫൺ മ്യൂസിക് ആൻഡ് ഫിറ്റ്നസിന്റെ ഓണാഘോഷങ്ങൾക്ക് വിവിധ പരിപാടികളോടെ നടന്നു. ഫാഷൻ ഷോയും ഗാനമേളയും വേദിയിലെത്തി. ഫിറ്റ് ആൻഡ് ഫൺ മ്യൂസിക് ആൻഡ് ഫിറ്റ്നസ് ക്ലബ്ബ് ഈസ്റ്റ് നടക്കാവിന്റെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ഹാഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഡയറക്ടർമാരായ രാജശ്രീയും ഗിരീഷും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ പ്രശസ്ത ഗായകർ അണിനിരന്ന ഗാനമേളയോടൊപ്പം വിവിധതരം കളികളും നൃത്തനൃത്യങ്ങളും ഫാഷൻ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാങ്കുകളുടെ പകൽക്കൊള്ളയ്ക്കെതിരെ യുണൈറ്റഡ് മെർച്ചന്റ്സ് ചേംബർ. ബാങ്കുകൾ ഇടപാടുകാരിൽ നിന്നും കവർന്നെടുക്കുന്ന വിവിധ ചാർജുകളുടെ വ്യാപ്തി വലുതാണെന്നും ഈ കൊള്ള അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നമ്മുടെ പുതിയ റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപന പ്രകാരം മിനിമം ചാർജസ് ഇല്ലാത്തതിന്, മിനിമം ബാലൻസ് വെക്കാത്തതിന് ചാർജുകൾ ഈടാക്കേണ്ടതില്ല എന്നുള്ള ഒരു ആഹ്വാനം വന്നിട്ടുണ്ടെങ്കിലും റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു സ്ട്രാറ്റജി അത് ഒരിക്കലും നമ്മുടെ പ്രൈവറ്റ് ബാങ്കിന് സ്വീകാര്യമാകുന്നില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. സ്വാഭാവികമായ എല്ലാ കാര്യത്തിലും റിസർവ് ബാങ്കിന്റെ അണ്ടറിലാണ് എല്ലാ ബാങ്കുകളും, പ്രൈവറ്റ് ബാങ്കുകളും അടക്കം അവരുടെ നിയമത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പ്രൈവറ്റ് ബാങ്കിന് ഒരു സിസ്റ്റവും നാഷണലൈസ്ഡ് ബാങ്കിനും വേറൊരു സിസ്റ്റവും ആ ഒരു രീതിയാണ് കാലങ്ങളായിട്ട് അവലംബിച്ചു വരുന്നത്. കച്ചവടക്കാരുടെ
ഇടപാടുകാരായ ഉപഭോക്താക്കളിൽ നിന്നും ബാങ്കുകൾ സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്ക് കൗണ്ടിംഗ് ചാർജസ്, ഹാൻഡ്ലിംഗ് ചാർജസ്, ഫോളിയോ ചാർജസ്, സർവീസ് ചാർജസ്, SMS ചാർജസ് എന്നീ ഓമന പേരുകൾ നൽകിയാണ് പണം ചോർത്തിയെടുക്കുന്നതെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ഭാരവാഹികൾ പറഞ്ഞു. മിനിമം ബാലൻസ് ഇല്ലാതെ വരുന്ന സാഹചര്യം മുതലാക്കി വീണ്ടും ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ഇടപാടുകൾ ബാങ്കുകൾ മുഖാന്തരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാരിനും ബാങ്കുകൾക്ക് മാർഗനിർദ്ദേശവും ആവശ്യമായ നിയന്ത്രണവും ഏർപ്പെടുത്തി മോണിറ്റർ ചെയ്യേണ്ട റിസർവ് ബാങ്കിനും ഇക്കാര്യത്തിൽ തിരിച്ചറിവുണ്ടാകാനും ഫലപ്രദവും കാര്യക്ഷമവുമായ നടപടികൾ സ്വീകരിച്ച് ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ നീതി ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സെപ്റ്റംബർ 16-ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എറണാകുളം ശാഖയിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് TPA ഷെഫീഖ്, സെക്രട്ടറി അലി ഐന, വൈസ് പ്രസിഡന്റ് കോയട്ടി മാളിയേക്കൽ, അബ്ദുൾ ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി സഫുള്ള ഖാൻ, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഗ്രന്ഥശാല ദിനത്തിൽ ദർശനം സാംസ്കാരിക വേദിയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി കരോക്കെ ഗാനാലാപന മത്സരം നടത്തി. പ്രശസ്ത സാഹിത്യകാരനും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അസിസ്റ്റന്റ് എഡിറ്ററുമായ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി MT ശിവരാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PK ശാലിനി, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻമാരായ MA ജോൺസൺ, K കുഞ്ഞാലി, സഹീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സെപ്റ്റംബർ 20-ന് മെഗാ പരിപാടിയിൽ പ്രസീത ചാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും മറ്റ് കലാരൂപങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ദർശനം പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ അറിയിച്ചു. പരിപാടിയിൽ ജനറൽ കൺവീനർ സതീശൻ കൊല്ലക്കൽ, പ്രോഗ്രാം കൺവീനർ B ഹരികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. പെരുവായിൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് ക്രിക്കറ്റ് മത്സരത്തോടെ തുടക്കം. പെരുവായിൽ സെന്റ് സേവിയേഴ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P സുഹറാം, അനീഷ് പാലാട്ട്, ഷാഹിന സലാം, മെമ്പർമാരായ P അനിത, കരുപ്പാൽ അബ്ദുൾ റഹ്മാൻ, പ്രസീദ് കുമാർ, വിനോദ് എളവന, ഉനൈസ് അരീക്കൽ, യാസർ അറഫാത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചു വിൽക്കാനുള്ള അനുമതി നൽകുന്ന ബിൽ നിയമസഭയിൽ പാസാകുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാനത്ത് പോലീസ് ക്രൂരതയാണെന്നാരോപിച്ച് BJP കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ സംസ്ഥാനത്ത് 50 ലക്ഷം രൂപയുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് AKG SMA. നവംബർ 16-ന് കോഴിക്കോട് നടക്കുന്ന മുജാഹിദ് സംഗമത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.